ആ ഓസ് കണ്ടപ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഒരു വീട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് മറ്റേ കാപ്പിയുടെയൊക്കെ ഷെഡാണെന്ന് തോന്നുന്നു. കാപ്പിക്കൂരും കാര്യങ്ങളൊക്കെ എടുക്കണേൻ്റെ. എന്താണെങ്കിലും ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പയ്യൊക്കെ പോകാം. കംപ്ലീറ്റ് അട്ടനം മേളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് കളയണം. ഇനി കണ്ടോ എൻ്റെ ശൂര്യപ്പോൾ കണ്ടതാണിത്. ഇത്ര അട്ട ഇതുണ്ടോ, അത് ഇങ്ങനെ കുന്നുകൂടിയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇവിടെ അട്ടില്ലല്ലോ. അതുകൊണ്ട് പയ്യിരുന്ന് ഓരോത്തിനെ കളയാൻ എടുത്ത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അട്ടയുടെ കടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്യാമ്പ് ഫയറൊക്കെ ഇട്ട്, കാരണം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കുക്ക് ചെയ്യണത് വിറകിലാണ്. കാരണം ഇവിടെ ഒരു കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് 2-3 കല്ലുണ്ട്. അപ്പോൾ പിന്നെ വിറക് കൊടുത്ത് വെച്ച് വെറുതെ ഗ്യാസ് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെൻ്റ് ഇടാൻ പോകണം. ഇവിടെ ടെൻ്റ് ഇട്ട് സ്റ്റേ ചെയ്യാൻ പോകണേന്. കാരണം ഇത്രയും ടൈം ലേറ്റും ആയി. അപ്പോൾ ഈ എപ്പിസോഡ് വീണ്ടും നീളനാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. കണ്ടോ, ഈ വീടിൻ്റെ വ്യൂ ആണത്. അതായത് നമ്മൾ ഇതിന് മുമ്പ് ടോപ്പ് സ്റ്റേഷനിലെ എപ്പിസോഡുകൾ ചെയ്തപ്പോൾ അവിടെ ഒരു വൈറ്റ് ഷെഡ് കാണാം. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറഞ്ഞൂടാ. അതിൻ്റെ അവിടെ ആയിട്ട്, അതായത് ആ മലയുടെ താഴത്തായിട്ടാണ്, ഈ മലയുടെ താഴത്തായിട്ടാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നടന്നാണ് താഴത്ത് വന്ന് പിന്നെ അങ്ങനെ കാട്ടിക്കൂടെയാണ് അവിടെ പോയി സ്റ്റേ ചെയ്ത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാം ഒരു നിമിത്തം. വീട് ഒരു പഴയ ബംഗ്ലാവാണ് കേട്ടോ അത്. അതായത് ഒരു പഴയ കൺസ്ട്രക്ഷനാണ്. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു. ഇതിൽ തന്നെ ഒരു നിലയും കൂടി ഉണ്ട് മേളിലോട്ട്. കണ്ട, അതാണ് ആ വിൻഡോവും കാര്യങ്ങളൊക്കെ വന്നത്. ഒരു ഫ്ലോറും കൂടി ഉണ്ട്. അട്ടകളെയൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ വിതറി ഇവിടെ കംപ്ലീറ്റ്. സഡനായിട്ട് ബ്ലഡ് നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ബ്ലഡ് അവിടെ കട്ട പിടിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കും. ഇതൊക്കെ ഒരു ടിപ്സാണ് കേട്ടോ. കാരണം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഹൈക്കിങ്ങിന് പോകുമ്പോൾ ഷൂ ഇപ്പോൾ നനയാണെങ്കിൽ തന്നെ ക്യാമ്പ് ഫയർ ഇടുന്നുണ്ടെങ്കിൽ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഷൂ ഹീറ്റായിട്ട് വാം ആയിക്കോളും. ആ വെറ്റ്നെസ് ഒക്കെ പോയിക്കോളും. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ അട്ടയൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പരിധി വരെ കാണുള്ളൂ. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കേണ്ട, ഇടയിലൊക്കെ കയറി ഇരിക്കേണ്ടതെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ വെച്ചാൽ മതി. തനിയെ പോയിക്കോളും, പുറത്തോട്ട് ഇറങ്ങി പോയിക്കോളും. അല്ലെങ്കിൽ ചത്തു പോകും അതിൻ്റെ ഉള്ളിൽ. ഇതേപോലെ അതായത് ഷൂ എടുത്ത് കഴിഞ്ഞപ്പോൾ ചെരിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടാണ്. കണ്ടാ 1, 2 ഇതൊക്കെ പുറത്തോട്ട് ഇറങ്ങിക്കോട്ടെ. നമ്മൊരു ചായയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇരുട്ടായി. അപ്പോൾ ഇരുട്ടാവണേക്കാളും മുമ്പ് നമ്മൾ ഒരു ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് വിറകൊക്കെ ശേഖരിച്ച് പിന്നെ ചെറിയൊരു കുക്കിങ്ങിനൊക്കെ വേണ്ടിയായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത്. കണ്ട, ടെൻ്റൊക്കെ ഇന്നലെ ഇട്ട മാതിരിയല്ല. ഇന്നിപ്പോൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഉള്ളിൽ കയറി സുഖമായിട്ട് കിടക്കുന്ന രീതിയിൽ. കാരണം ഇന്നലെയൊക്കെ നല്ല ടയർഡായല്ല. അത്രയും രീതിയിൽ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ മെയിനായിട്ടൊരു പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മിന്ന് വിചാരിച്ച ഡെസ്റ്റിനേഷനിലല്ല, ഇത് വേറെ ഏതോ ഒരു ഡെസ്റ്റിനേഷനാണ്. കറക്റ്റായിട്ട് പറയാൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ കാട്, ആ കുത്തനുള്ള ആ സ്റ്റീപ്പ് ഇറങ്ങി ഹൈക്ക് ചെയ്ത് വന്നിട്ട് ഈ വീട് കണ്ട് അപ്രതീക്ഷമായിട്ട് എന്നിട്ട് ആ വീടിൻ്റെ മുമ്പിലാണ് നമ്മിന്നിപ്പോൾ സ്റ്റേ. കാരണം നമുക്ക് തിരിച്ചങ്ങോട്ട് കയറണത് എന്ന് പറഞ്ഞാൽ ഹെവിയാണ്, അത് പറ്റൂല. കാരണം ഓൾറെഡി 2 ദിവസമായിട്ടുള്ള ഹൈക്കിംഗ് ആണ്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് വീണ്ടും നീണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഏതൊരു കാടിൻ്റെ നടുക്കാണ് നമ്മൾ ഇന്നിപ്പോൾ. അതായത് വാണ്ടർലസ്റ്റ് ഇന്നിപ്പോൾ ഏതൊരു കാടിൻ്റെ നടുക്കാണ്. മൂന്നാറിൽ തന്നെ കൊളുക്കുമലയുടെ താഴത്തായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചപ്പാത്തി വെക്കണ രീതിയാണിത്. വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് കനലിൻ്റെ പൊക്കത്ത് ഡയറക്റ്റ് ഇറങ്ങി, കനലല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല സൂപ്പറായിട്ട് വന്നോളൂ.
കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കടല ഓരോ ദിവസവും കഴിയും തോറും ടേസ്റ്റ് കൂടിക്കൂടി തന്നെ കേട്ടോ. കംപ്ലീറ്റ് ടെൻറ്റിൽ അട്ടയായിരുന്നു കേട്ടോ, എല്ലാം ക്ലിയർ ചെയ്ത്. അതിന് മാത്രം ഒരു അരമണിക്കൂർ കളഞ്ഞു. ബാഗിലൊക്കെ ഉണ്ടായിട്ടെ, ബാഗ് ഉള്ളിലായിരുന്നു. എന്നിട്ട് അതായത് മെയിൻ ലഗേജ് മാത്രമേ ഉള്ളിൽ വെച്ചിട്ട് മെയിൻ ഒരു ബാഗ് മാത്രം ഉള്ളിൽ വെച്ച് ബാക്കിയെല്ലാം പുറത്ത് വെച്ച്. വേറെ വഴി ഉണ്ടായില്ല. അപ്പോൾ ഇനിയിപ്പോൾ കിടക്കാൻ പോണാണ്. അപ്പോൾ നാളെ രാവിലെ വീണ്ടും കാണാം. ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിപ്പോൾ ആ ടെൻറ്റിൻ്റെയൊക്കെ അവിടെ നിന്ന് ഇവിടുത്തെ ഒരു സൺറൈസ് വ്യൂ നോക്കാം. സൺറൈസ് വ്യൂ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ആ കൊടൈക്കനാൽ ഹിൽസിൻ്റെ ആ മല ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സൺറൈസ് കാണാൻ പറ്റില്ല. എന്നാലും കുറച്ച് പൊങ്ങി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂവേ ഉള്ളൂ. ഇതാണ് ഇവിടെ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്തെ സൺറൈസ് വ്യൂ. ഇവിടെ പിന്നെ നമ്മ നേരത്തെ താമസിച്ച, അതായത് ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ താമസിച്ച മീശപ്പുലിമലയുടെ ആ സൈഡിലായിട്ട് താമസിച്ച മാതിരി ആയിരുന്നില്ല ക്ലൈമറ്റ് വളരെ ഡിഫറെൻ്റാണ് ഇവിടെ എനിക്കൊന്നും അത്ര ക്ലൈമറ്റ് ഇല്ല. ഇവിടെ ഒരു തമിഴ്നാടിൻ്റെ ഒരു പകുതി ക്ലൈമറ്റ് കയറി വന്നിട്ടുണ്ട്, അതായത് ബോഡിയുടെയൊക്കെ. അപ്പോൾ ബോഡിയുടെ ഒരു പകുതി ക്ലൈമറ്റാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആയപ്പോഴും ഇന്നലെ രാത്രി ആയപ്പോഴും വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. എന്നാലും തണുപ്പുണ്ടായി, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ കാടിൻ്റേതായിട്ടുള്ളൊരു തണുപ്പുണ്ടായി, അല്ലാതെ നമ്മൾ ഫ്രീസിങ് ആ ഇങ്ങനെ ഷിവറിങ് ഉള്ള ഒരു തണുപ്പുണ്ടായില്ല. അത് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ മീശപ്പുലിമലയുടെ ആ സൈഡിൽ സ്റ്റേ ചെയ്തപ്പോൾ. കാരണം അത് പ്രോപ്പറായിട്ട് ടെൻറ്റ് ഇടാൻ പറ്റിയില്ല. അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ല വ്യത്യാസമുണ്ട് അവിടെ. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ഇവിടെ അത്രയും നമ്മൾ ഈ ഇറങ്ങി വരാൻ നേരത്ത് കണ്ട അത്രയും അട്ടയുടെ ശല്യം ഇവിടെ ഇല്ലാത്തത്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ വീടിന്റെ ചുവരിൽ നമ്പർ കുറിച്ച് വെച്ചേക്കണത്. അപ്പോൾ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നെറ്റ്വർക്ക് കിട്ടണ്ടായില്ല. നെറ്റ്വർക്ക് കിട്ടാതെ പിന്നെ നമ്മൾ ആ ഒരു ഓപ്ഷൻ നോക്കിയില്ല. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പം നമ്മൾ മനസ്സിൽ വീണ്ടും ആ ഒരു ചിന്ത, കാരണം ഈ വഴി തന്നെ കയറി പോകണ്ടേന്നുള്ള. കാരണം ഇവിടെ ഭീഷണിയായിട്ട് നിൽക്കണ വേറൊന്നുമില്ല, അട്ടയാണ്. കാരണം അത്ര അട്ടുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ ഒരുപാട് ബ്ലഡ് നമ്മുടെ കാലിൽ നിന്ന് പോയി. നമ്മൾ വിചാരിക്കണ മാതിരത്തെ ഒരു അട്ട അല്ല കേട്ടോ, ചവറുമാരി അട്ടയാണ്. നമുക്ക് നിൽക്കാൻ പോലും പറ്റണ്ടായില്ല. കാരണം വീണ്ടും ചിന്തിച്ചപ്പോൾ കുത്തനെ ഇറങ്ങി വന്നത് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റാതെയാണ് കുത്തനെ ഇറങ്ങി വന്നത്, അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ കയറ്റമാകുമ്പോൾ എന്തായാലും നമ്മൾ നിന്ന് പോകാനേ പറ്റുള്ളൂ, അത്രയും കുത്തനെയുള്ള കയറ്റവുമാണ്. പിന്നെ ഈ കരിയില നനഞ്ഞ് വെറ്റായിട്ട് ചവറൊക്കെ കിടക്കണതുകൊണ്ട് നമുക്ക് തെന്നിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഒന്ന് മാറി നിന്ന് ഒന്ന് നെറ്റ്വർക്ക് പിടിക്കാൻ നോക്കി. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബോഡിയുടെ നെറ്റ്വർക്ക് കിട്ടും, പിന്നെ മറ്റൊന്ന് നമ്മുടെ യെല്ലപ്പെട്ടിലത്തെ നെറ്റ്വർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് മാറി നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കട്ട കിട്ടി. അങ്ങനെ ആ ഒരു കട്ട എന്ന് പറഞ്ഞാൽ ബോഡിയുടെ നെറ്റ്വർക്ക് പിടിച്ച് ആ ഒരു കട്ടയിൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. റിങ് പോയി, പുള്ളി ഫോൺ എടുത്ത് പുള്ളിൻ്റെ അടുത്ത് സംസാരിച്ച് നമുക്ക് ഇതിൻ്റെ താഴത്ത് കൂടി ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ ആ വഴി പോയാൽ മതി, നമുക്ക് കുറങ്കണിയിലോട്ട് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ ഒരു പകുതി ജീവൻ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒരു പുതിയൊരു റൂട്ട് നമുക്ക് പറഞ്ഞു തന്നു പുള്ളി. താഴത്തോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹൈക്കാൻ പോണ ആ വഴിയിലൂടെ പോകാൻ പോണ. പിന്നെ ബാക്കി കുറങ്ങണി ട്രക്ക് പാത്ത്, അതായത് നമ്മൾ കൊളുക്കുമലയിൽ നിന്ന് കുറങ്ങണിയിലോട്ട് പോകുന്ന ട്രക്ക് പാത്ത് എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നുള്ളത്. അങ്ങോട്ട് നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ച് തരാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് അവിടെ പോയിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഉറപ്പും പറയാനില്ല, കാരണം നമ്മൾ പോണ റൂട്ടും കാര്യങ്ങളൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പോയി നോക്കാൻ പോണെയാണ്. നമ്മൾ ഇന്നലെ മേളിൽ നിന്ന് കൊളുക്കുമല എസ്റ്റേറ്റിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളം വരുന്നത്. അപ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടിയാണ് ഇനിയുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ താഴത്തോട്ടുള്ള വഴിയിലൊക്കെ ഒരു വാട്ടർഫോളും പിന്നെ ഒരു തോടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ ചിലർക്ക് ഇത് എന്തിനാണ് ഈ പൗച്ചുള്ളതെന്ന് ചിലർക്ക് മനസ്സിലാവില്ല. ഈ ബാഗ് ഉള്ളവർക്ക് ഡെക്കാത്ലോണിൻ്റെ ബാഗാണിത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ക്യാരി ചെയ്യണ ഈ ബ്ലാഡറിൻ്റെയാണ് ഇത്, വാട്ടർ കിറ്റിൻ്റെ ആണിത്. എന്നിട്ട് ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് പിന്നെ ഇത് ഇവിടെ കണ്ട ഒരു വാട്ടറിൻ്റെ സൈനുള്ളത്. അപ്പോൾ ഈ സൈനിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിത് പുറത്തോട്ട് ഇടേണ്ടത്.
കണ്ടോ. എന്നിട്ട് ഇവിടെ ഈ എലാസ്റ്റിക് ഉണ്ട്, ഈ എലാസ്റ്റിക്കിൽ ഇങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ ഹൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സിപ്പ് ചെയ്ത് അതായത് ഇതിൽ ലോക്ക് ഉണ്ട്, ലോക്കും ഓണും ഓഫൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിന്നെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം വരും. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കുറഞ്ഞിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് ഓഫാണെങ്കിൽ അങ്ങനെ അധികം വെള്ളം വരില്ല. അങ്ങനെ എല്ലാം നമ്മൾ അലസത കാരണം മര്യാദക്ക് പാക്ക് ചെയ്തില്ലെങ്കിൽ അത്രയും സ്പേസും പിന്നെ ആ ഒരു ഒതുക്കവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴും കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിലായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ലഗേജ് കറക്റ്റ് ചെയ്യാം. നല്ല ബാഗൊക്കെ നനഞ്ഞിരിക്കണേന്ന് കംപ്ലീറ്റ്. ബാഗ് ഇപ്പോൾ വെയിലത്ത് ഇട്ട് രാവിലെ തന്നാലും ഉണങ്ങാനുണ്ട് ഇനി ഒരുപാട്. ഇത് കണ്ടോ കംപ്ലീറ്റ് നനഞ്ഞിരിക്കണം. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് അട്ടുണ്ട്, അതുകൊണ്ട് ബാഗൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ഇന്നലെ കിടന്നത്. എപ്പോഴും ആദ്യം വെക്കേണ്ടത് ടെൻറ്റ്, കാരണം ഏറ്റവും ലാസ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ടെൻറ്റാണ്. എപ്പോഴും ബാക്ക് പാക്ക് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഏറ്റവും അടിയിലോട്ട് പോട്ടെ, പിന്നെ ഏറ്റവും ആദ്യം എടുക്കേണ്ട കാര്യങ്ങളൊക്കെ മേളിലോട്ട്, അതേപോലെ എപ്പോഴും പാക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ നേരത്ത് പിന്നെ ഇതൊക്കെ എടുത്ത് പുറത്തോട്ട് ഇടണം. ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണം നല്ലത്, ഏറ്റവും നല്ലത്. മൗത്ത് വാഷൊക്കെയാണ് നല്ലത്. പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, എല്ലാം ഓപ്പൺ എയറാണ്. ഉണക്കാനായിട്ടൊക്കെ ഡ്രസ്സിൽ നിറയെ ബട്ടർഫ്ലൈ. അപ്പോൾ ഇനിയിപ്പോൾ സൺക്രീം ഇടാതെ വേറെ വഴിയില്ല, കാരണം നമ്മുടെ ഇന്നലത്തെ ക്ലൈമറ്റൊക്കെ ടോട്ടലി ചേഞ്ചാണ്. ഇനിയിപ്പോൾ ആ കോട മഞ്ഞൊന്നും ഉണ്ടാവില്ല. ഇതുപോലുള്ള വെയിലത്തൊക്കെ ഹൈക്കിങ്ങിന് പോകുമ്പോൾ സൺക്രീം യൂസ് ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് താഴത്തോട്ട് കൊളുക്കുമല അല്ല കുറങ്കണിയിലോട്ടുള്ള വേറൊരു പാതയിലൂടെ, നമ്മൾ വിചാരിക്കാത്ത പാതയിലൂടെ ഇപ്പോൾ ഹൈക്ക് ചെയ്യാൻ പോണാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഇവിടേക്കായിരുന്നു സ്റ്റേ. അടിപൊളി. ഇന്നലത്തെ വരവ് അതിലും അടിപൊളിയായിരുന്നു. ഭാഗ്യം ഇനിയിപ്പോൾ തിരിച്ച് ആ വഴി പോകേണ്ട വന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ വഴി തന്നെ താഴത്തോട്ട് ഇറങ്ങി പോണാണ്. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞ ആ വഴി കാണിച്ച് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, കാരണം ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ് ഹൈക്കിങ്, കണ്ടിന്യൂസ് ഹൈക്കിങ് ആണ്, അതാണ്. ഓക്കെ, ഈ ക്ലൈമറ്റ് പറയുമ്പോൾ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നേരത്തെ കട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തണുപ്പുള്ള സ്ഥലത്ത് പാമ്പുകൾ കുറവാണ്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് പാമ്പുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നാളായിട്ട് ആൾക്കാർ പോവാതെ കാട് പിടിച്ചടക്കണേണ് ഈ വഴി കൂടെ നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത്. പുള്ളി പറഞ്ഞു തന്ന വഴി ഇതാണ്. ഭാഗ്യത്തിന് വിളിച്ചപ്പോൾ കിട്ടി, കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ഒരു റിങ്ങിൽ തന്നെ ഒരു അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ പുള്ളി പറഞ്ഞു തന്നു കറക്റ്റ് ഈ വഴി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. ഇന്നത്തെ കാര്യം ഓർക്കുമ്പോൾ തന്നെ തലകറങ്ങുന്നത്. ഇന്നിപ്പോൾ ചിരിയാണ് മുഖത്ത്. പിന്നെ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യണ അല്ലെങ്കിൽ നിൽക്കണ ഹാൾട്ട് ചെയ്യാനാ ഒരു പ്രശ്നമില്ല. ഇത് കണ്ട ഒരട്ട പോലും ഇതുവരെ കയറിയിട്ടില്ല. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആയല്ല. മേളിലായിരുന്നു അട്ടുണ്ടായിരുന്നത്, ഇങ്ങോട്ട് ചൂടാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ തമിഴ്നാട് ബോഡിയുടെയൊക്കെ ആ ഒരു ക്ലൈമറ്റാണ്. പിന്നെ ഇപ്പോൾ ഈ മഴയുടെ ഒരു ഈർപ്പം മാത്രം നിൽക്കണതില്ല. ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ, ഇന്നലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണായിരുന്നു.
സ്ലിപ്പറിയാണ് ഇവിടെ. ഇവിടെ നിന്ന് തെന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഈ ചൂളടിക്കണത് കേട്ടാ, അത് ശരിക്കും ഒരു ബേർഡാണ്. അപ്പം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഇതേപോലെ ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അതാരാണ്, മനുഷ്യരാണോ അങ്ങനെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതൊരു കിളിയാണത്, ഒരു പക്ഷിയാണ്. ആഹാ, വെയിലൊക്കെ അടിക്കാൻ തുടങ്ങി മൊത്തത്ത്. വ്യൂ അടിപൊളിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നടക്കുന്നത്. പക്ഷേ ചൂട് കൂടിക്കൊണ്ടിരിക്കണേ അതുപോലെ തന്നെ. പിന്നെ നമ്മൾ ഈ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വനമേഖലയാണ്. അതായത് വനത്തിൻ്റെ ചുറ്റിനുള്ള ചെറിയ ചെറിയ തോട്ടങ്ങൾ മാത്രമാണ്, പണ്ടേ തൊട്ടുള്ള തോട്ടങ്ങൾ. അത് ഒരുപാട് പഴക്കമുള്ള തോട്ടങ്ങളാണത്. അപ്പോൾ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വൈൽഡ് ആനിമൽസ് ആക്ടിവിറ്റീസൊക്കെ ഉള്ളതാണ്. കാട്ടുപോത്ത്, പുലി, അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ആന മാത്രം ഈ ഭാഗത്തില്ല, കാരണം ഇത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആനകൾക്ക് മാത്രം വരാനുള്ള വഴികളില്ല. ആനകളൊക്കെ നമ്മൾ മേളിൽ കണ്ടില്ല. ഭയങ്കര കട്ടിങ്ങാണ്. ഇവിടെയൊക്കെ മണ്ണ് കുറേ ഇടിഞ്ഞു പോയിട്ടുണ്ട് താഴത്തോട്ട്. ജസ്റ്റ് ചെറിയൊരു പാത്തിലൂടെയാണ് നമ്മൾ നടക്കണത് ഇപ്പോൾ. ഓ, ഈ വ്യൂ നോക്കി, ഹെവി കട്ടിങ്ങാണ് ഇത്. ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇതെപ്പോഴും നോക്കണോട്ട് നമ്മൾ നടക്കുമ്പോൾ ഇതേപോലെ വണ്ടികളൊക്കെ ഉണ്ടായി കേട്ടോ. ഇതുണ്ടോ? അത് മലയുടെ കട്ടിങ്ങിലൂടെ വരയാട് പോയിക്കൊണ്ടിരിക്കണേ. നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണൂല. ഒരു കൂട്ടം ഈ കറുത്ത പാറയിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ എൻ്റെ പൊന്ന്, അതായത് വെറുതെ ഇങ്ങനെ വെള്ളവും വീണ് നനഞ്ഞ് കിടക്കണ പാറയിൽ കൂടെയാണ് അത് ചാടി ഓടി പോകുന്നത്. ഒരു കൂട്ടമാണ് നമ്മൾ നോക്കി പോയിക്കൊണ്ടിരിക്കണേ അങ്ങോട്ട്. ഓടണേണ് പാറയിൽ കൂടെ. ഒരു 10-20 ഉണ്ട് കേട്ടോ. മേളിൽ നിന്നായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. നല്ല കട്ടിങ്ങിലൂടെ നടക്കണം. ഇതിൻ്റെ സൈഡ് കൊക്ക മാതിരിയാണ്, വീണതിനാ പോയി തെന്നിക്കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ നല്ല ഉറവയെന്ന് വെള്ളം വന്നുണ്ട്. കുടിക്കാനുള്ള വെള്ളം കുറച്ച് ഇവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം കരുതാം.
നമ്മളിപ്പോൾ കണ്ടത് പിറ്റ് വൈപ്പറാണ്. അത് ഈ ഫോറസ്റ്റ് ഏരിയ ഇങ്ങനത്തെ ക്ലോസ്ഡ് ആയിട്ട് അത്രയും തിക്കായിട്ടുള്ള ഫോറസ്റ്റുകളിൽ മാത്രം ഉണ്ടാണ്. അത് നിന്നത് കണ്ട ആ കമ്പിലൊക്കെ. അതുപോലെ ഇപ്പോൾ നമ്മൾ തട്ടി പോകുമ്പോൾ ചിലപ്പോൾ ആ കമ്പിൽ തിന്നണമെങ്കിൽ ചിലപ്പോൾ ബൈറ്റ് ഇട്ടാൻ ചാൻസ് ഉണ്ട്. വെനമാണ് കേട്ടോ, വെനമുള്ളതാണ്. വൈപ്പറിൻ്റെ വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. പിറ്റ് വൈപ്പറാണത്, മലബാർ പിറ്റ് വൈപ്പറാണ്. നമ്മ അവിടെ നിന്ന് ആ മേളിൽ നിന്ന് അത്ര ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇത് വേണ്ട, നമ്മൾ പോണ വഴിക്ക് ഈ ഒരു മരത്തിൽ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്ക് ചെയ്യണേണ് അവർ. അതായത് വഴി തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യണതാവാം ഇത്. കാരണം ഇങ്ങനത്തെ ഒരു ഇതിൽ കൂടെ പോകുമ്പോൾ ഇപ്പോൾ ആൾക്കാർ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വഴി പോയിട്ട് ഒരു 4-5 മാസമായിട്ടുണ്ടാവും. അപ്പോൾ കുറഞ്ഞത് എനിക്ക് വർഷത്തിൽ 1-2 തവണയ്ക്ക് ഈ വഴി ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ മൂടിപ്പോയി കഴിഞ്ഞാലും കാട് മൂടിപ്പോയി കഴിഞ്ഞാലും മനസ്സിലാവാൻ വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി വെച്ചേക്കണ ഓരോ മാർക്കാണ് അതൊക്കെ. ഏകദേശം താഴത്തെത്താറായി നമ്മ. ഓ യുറേക്ക, നമ്മൾ വാട്ടർഫോൾ കണ്ടിട്ടാ. വാട്ടർഫോളിൻ്റെ ഏറ്റവും അടുത്തെത്തി. നമുക്ക് ഇവിടെ വാട്ടർഫോൾ കാണാം. ഓ ഭാഗ്യം. അപ്പോൾ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് പോയി ഇവിടുന്ന്. ഈ മുള്ള് വണ്ണി കൊണ്ടിരുന്നു. ഇങ്ങനത്തെ ഇതിൽ കൂടെ പോകുമ്പോഴേ നമ്മൾ സൂക്ഷിച്ചു വേണം പോകാം. പിന്നെ കയ്യിലൊക്കെ കുറേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടോപ്പ് സ്റ്റേഷനിൽ എപ്പിസോഡ് ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. കാരണം അവിടെ നിന്ന് പോയി വന്നിട്ട് അട്ട ഒരുപാട് കടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വന്നവർ അത്ര അട്ടുണ്ടായില്ല. എന്നാൽ പോലും പല ടൈപ്പ് അട്ടുണ്ട്, പല സ്പീഷീസ് ഉണ്ട്. അട്ടയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ അട്ടയും ബ്ലഡ് കുടിക്കണത് നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സമ്മതിക്കില്ല. ചില അട്ടകൾ കടിച്ച് കഴിയുമ്പോൾ ചിലവർക്ക് ഇൻഫെക്ഷൻ ആവും. അതായത് അതൊരു ഇൻഫെക്ഷനായി മാറിയ ചൊറിച്ചിലായി കുറേ കാലങ്ങൾ ഇങ്ങനെ കുറേ മാന്തിക്കൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പൊട്ടി അത് കുറേ പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴും ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് ഇപ്പോഴും ചിലവർക്ക് ആ ഒരു ഇറിറ്റേഷനുള്ള ഒരു കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അട്ട കംപ്ലീറ്റ് അത്ര നിറയെ അട്ടയൊക്കെ കടിക്കണമെന്നൊന്നും നല്ലതല്ല ശരീരത്തിന്. പിന്നെ നമ്മുടെ സാഹചര്യം ഇതായതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വഴിയൊക്കെ ഇങ്ങനെ പോകണത്. വീടുകളില്ലാതെ ഇവിടെ എത്തിയിട്ടു.